ഹായ് ഗൈസ്, എന്നെ ഉണ്ട്. വെൽക്കം ടു അലമാര. 2024 ജൂൺ ടേം എക്സാമിൻ്റെ റിസൾട്ടുകൾ പബ്ലിഷായി തുടങ്ങിയിരിക്കുകയാണ്. അപ്ഡേഷൻസ് നിറയെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ് കോമൺ ആയിട്ട് സ്റ്റുഡൻസ് ചോദിക്കുന്നത്. അവരുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് അവരുടെ ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റ് ആയി തുടങ്ങിയിട്ടില്ല. പല ആളുകളും അസൈൻമെൻറ്റ്സ് സബ്മിഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരുടെ ഗ്രേഡ് കാർഡിൽ അപ്ഡേഷൻസ് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ അപ്ഡേഷൻ വരാത്തത്? അസൈൻമെൻറ്റ്സ് സബ്മിഷൻ ചെയ്തിട്ട് നമുക്ക് സാധാരണ 3 മുതൽ 6 മാസം വരെ സാധാരണ സമയം എടുക്കാറുണ്ട് അപ്ഡേഷൻ ആകാൻ. ഇപ്പോൾ ജൂണിലെ ടേം എക്സാമിൻ്റെ റിസൾട്ടുകൾ പബ്ലിഷ് ആയിട്ടുണ്ട്. എല്ലാവർക്കും മൊത്തം റിസൾട്ട് ഒരുമിച്ചല്ല വരുന്നത്, പക്ഷേ ആ വരുന്ന റിസൾട്ട് ഡിലേ ആയിട്ടാണ് വരുന്നത്. ഓരോ ഘട്ടമായിട്ടാണ് അവർ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിൽ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് റിസൾട്ടിൻ്റെ പബ്ഡേഷൻ കാണുമ്പോൾ ഡേറ്റ് ഓഫ് അപ്ഡേഷൻ ഓൺ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്പെസിഫിക് പേജിൽ നമുക്ക് കാണാൻ സാധിക്കും 24/7/2024 ലാസ്റ്റ് മാസ്റ്റർ ഓഫ് ആർട്സ് സോഷ്യോളജിയുടെ ഒരു പേപ്പറിന് റിസൾട്ട് വന്നത്. ഇനിയും വരാനുണ്ട്. ഇന്നലെ ഓഗസ്റ്റ് 14 റിസൾട്ടുകൾ പബ്ലിഷ് ആയിട്ടുണ്ട് സൈറ്റിൽ. പക്ഷേ ഇന്ന് ഓഗസ്റ്റ് 15 ഒരു നാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് റിസൾട്ടുകൾ പബ്ലിഷ് ആകില്ല. ഇനി അടുത്ത വർക്കിംഗ് ഡേയിലായിരിക്കും വരുന്നത്. പക്ഷേ റിസൾട്ടിനോടൊപ്പം തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ സ്റ്റാറ്റസ്. അത് ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇഗ്നോ അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്തേക്കാം. അവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും ഏതാണ് പ്രോഗ്രാം എന്നാൽ ആ പ്രോഗ്രാമും സെലക്ട് ചെയ്താൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഓഗസ്റ്റ് 14 റിസീവ്ഡ് ആൻഡ് ഇൻ പ്രോസസ് എന്ന് കൊടുത്തിട്ടുണ്ട് ജൂൺ സെഷനിലേക്കുള്ള അസൈൻമെൻറ്റ്. അപ്പോൾ ഈ വിദ്യാർത്ഥി ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും കംപ്ലീറ്റ് അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയ്തിരിക്കുന്ന അസൈൻമെൻറ്റുകൾ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല, പക്ഷേ അത് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. സ്റ്റാറ്റസ് റിസീവ്ഡ് ആൻഡ് പ്രോഗ്രസ് എന്നാണോ, എന്താണ് സ്റ്റാറ്റസ് എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് അറിയാം എത്രത്തോളം ആളുകൾക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, എത്രത്തോളം ആളുകൾക്ക് അപ്ഡേറ്റ് ആകാനുണ്ട് എന്ന്. അപ്പോൾ അതൊരു അപ്ഡേറ്റ് ആയിരിക്കും മറ്റാളുകൾക്ക് ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല കോമൺ ആയിട്ട് കുറേ അധികം ആളുകൾ ഈ ഒരു ഡൗട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അപ്ഡേറ്റ് ആകാത്തത്. അപ്പോൾ അത് കോമൺ ആയിട്ടുള്ള പ്രശ്നം നിങ്ങൾ അറിയേണ്ടത്. വലിയൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യുന്നത്. പെട്ടെന്ന് അപ്ഡേറ്റ് ആകുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഈ വിദ്യാർത്ഥി തന്നെ 6th ഓഗസ്റ്റിലാണ് നമുക്ക് 2 അസൈൻമെൻറ്റുകൾ അപ്ഡേറ്റ് ആയിരിക്കുന്നത്. 2-3 അസൈൻമെൻറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് 6th ഓഗസ്റ്റിൽ. അതിനുശേഷമുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റും ഇന്നലെയാണ് വന്നത്. അപ്പം വേണമെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ 7th ഓഗസ്റ്റിലോ അല്ലെങ്കിൽ 8th ഓഗസ്റ്റിലോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ 3 അപ്ഡേറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പലർക്കും 3ഉം 2ഉം 1 അസൈൻമെൻറ്റും ഒക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ട. ഈ അസൈൻമെൻറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ചായിരിക്കില്ല ഇവിടെയും അപ്ഡേഷൻ നടക്കുന്നത്. ഇതും ഘട്ടമായിട്ടായിരിക്കും. നിങ്ങൾ അസൈൻമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാവും. ചിലയിടത്തു നിന്നൊക്കെ റെസിപ്റ്റ് തരും. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. കാരണം അതെന്തായാലും പുറകെ അപ്ഡേറ്റ് ആകും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, നമുക്ക് അസൈൻമെൻറ്റ് വെക്കുമ്പോൾ നമ്മൾ ആ റെസിപ്റ്റ് അവിടെ നിന്ന് ചോദിച്ച് വാങ്ങിക്കണമെന്ന്. കിട്ടാത്ത പക്ഷം നമുക്ക് നാളെ എന്തെങ്കിലും ഒരു പാകപ്പിഴകൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി വീണ്ടും ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെയും ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് അസൈൻമെൻറ്റിൻ്റെ സ്റ്റാറ്റസ്, കറണ്ട് സ്റ്റാറ്റസ് ആണ്, മാർക്കല്ല, കറണ്ട് സ്റ്റാറ്റസ് ആണ്. അത് കിട്ടിയിട്ടുണ്ടോ, പ്രോഗ്രസ്സിലേക്കാണോ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് ഒരുവിധ സ്റ്റാറ്റസും കാണില്ല. അതിനർത്ഥം നിങ്ങളുടെ പേപ്പർ, അതായത് അസൈൻമെൻറ്റ് ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ചില ആളുകൾക്ക് നമുക്ക് ഈ അസൈൻമെൻറ്റിൻ്റെ ഇവിടെ ഒരുവിധ സ്റ്റാറ്റസും കാണിക്കാതെയും മാർക്ക് അപ്ഡേറ്റ് ആകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് അപ്ഡേറ്റ് എന്ന്, എന്നിട്ട് അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി 1-on-1 നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കോൾ മീ ഫോർ ആപ്പ് ത്രൂ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ് ആൻഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.